ശ്രീ നിഷാദ്, ഒരു രാഷ്ട്രീയമായ വിമർശനം ഉന്നയിക്കാൻ കൂടി അങ്ങ് എനിക്ക് അവസരം തരണം. പ്രത്യേകിച്ച് എന്റെ സുഹൃത്തു കൂടിയായ ശ്രീ ശബരിനാഥനെതിരെ, അതോടൊപ്പം വളരെ മുതിർന്ന നമുക്കെല്ലാം ആദരിക്കുന്ന ശ്രീ സമ്പത്ത് സാറിനെതിരെ കുറച്ചുകൂടെ പച്ചയ്ക്കാണ് കാര്യങ്ങൾ പറയാൻ. അതായത് ഇന്ത്യയിലെ ഡീപ് സ്റ്റേറ്റ് ആരാണ്? ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതൊരു രാജ്യത്തിന്റെയും അധികാര ചക്രങ്ങളെ ആ ഗവൺമെന്റ് പോളിസിക്ക് അപ്പുറമായി മാറുന്ന ഗവൺമെന്റിന് അപ്പുറമായി നിയന്ത്രിക്കുന്നത്. അത് ബേസിക്കലി ഈ സവർണ ഹിന്ദു മിഡിൽ ക്ലാസ്സും സവർണ ഹിന്ദു അപ്പർ മിഡിൽ ക്ലാസ്സുമാണ്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് ഇന്ത്യയിലെ ഡീപ് സ്റ്റേറ്റ്, ഇന്ത്യയിലെ ബ്യൂറോക്രസി, സിവിൽ സർവൻസ്. ഞാൻ ജനിച്ച സമുദായത്തിലടക്കം നന്നായി അമിതമായി റെപ്രസെന്റേഷൻ ഉള്ളതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കോടതികളും സുപ്രീം കോടതിയും അടക്കം. എന്റെ വിമർശനം ശബരിനാഥൻജിയുടെ അടക്കം പാർട്ടിക്ക്, കോൺഗ്രസിന്, വിശാലാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന്, അല്ലെങ്കിൽ ഈ ലെഫ്റ്റ് ലിബറൽ നിൽക്കുന്നവർക്ക് നമ്മുടെ മീഡിയയെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഈ ഹിന്ദു മിഡിൽ ക്ലാസ്സോ സവർണ ഹിന്ദു അപ്പർ മിഡിൽ ക്ലാസ്സോ ഒക്കെയാണ് നമ്മുടെ മാധ്യമങ്ങളെയും മറ്റും കൺട്രോൾ ചെയ്യുന്നത്. ഇവരെ വേണ്ട രീതിയിൽ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നില്ല. അങ്ങ് ഈ പ്രക്ഷോഭത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ നമ്മൾ ഇതിന് ചർച്ച ചെയ്യുന്നു. നോർത്ത് ഇന്ത്യയിൽ ആരാ ഇത് റേസ് ചെയ്യേണ്ടത്? വേണ്ട രീതിയിൽ ജനങ്ങളെ അവെയർ ആക്കേണ്ടത് ആരാണ്? ഈ അർത്ഥത്തിൽ ഇവരെ എല്ലാം ഗോദി മീഡിയ എന്ന് വിളിച്ച് അകറ്റി നിർത്താതെ, എല്ലാ ചാനലും വരില്ലായിരിക്കും, ഞാൻ ഈ ചാനലെല്ലാം ചർച്ചയ്ക്ക് പോകുന്നതുകൊണ്ട് പറയുകയാണ്, വലിയൊരു ശതമാനം ചാനലുകളും വേണ്ട രീതിയിൽ കോൺഗ്രസ് അവരെ അക്കോമഡേറ്റ് ചെയ്യുകയും സംസാരിക്കുകയും എൻഗേജ് ചെയ്യുകയും കഴിഞ്ഞാൽ ഇത്തരം പോയിന്റ് ഓഫ് വ്യൂവിനും സ്ട്രോങ് റെപ്രസെന്റേഷൻ കിട്ടുന്നതാണ്. എന്താണ് രാഹുൽ, കോൺഗ്രസ് വിളിച്ച് ചായ കൊടുക്കാത്തതുകൊണ്ടാണോ അർണബ് ഗോസ്വാമി ഈ കിടന്ന് ഒച്ച വെക്കുന്നത്? രാഹുൽ കൻവൽ ഒച്ച വെക്കുന്നത്? ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. ഞാൻ ഈ പോയിന്റ് ഇന്ത്യയിലെ മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധി ചിരിച്ചു കാണിക്കാത്തത് കൊണ്ട് പിണങ്ങി നിൽക്കുന്നവരാണ് എന്ന് താങ്കൾ കേരളത്തിലെ ഒരു ചർച്ചയിൽ പറയല്ലേ പ്ലീസ്? ഞാൻ ഈ ചാനലിൽ ഇവരെല്ലാം എനിക്ക് വ്യക്തിപരമായി അറിയുന്നതാണല്ലോ. അതായത് എല്ലാരും ഞാൻ പറയുന്നില്ല, കുറച്ചുകൂടെ പച്ചയ്ക്ക് പറയാം. ശ്രീ അർണബ് ഗോസ്വാമി അടക്കമുള്ളവർ ഒരുപക്ഷെ അദ്ദേഹത്തിന് നിലപാടിൽ നിന്ന് മാറില്ല. ടൈംസ് നൗ അടക്കമുള്ള ചാനലുകൾ കുറെ കൂടെ സെന്റർ റൈറ്റ് നിൽക്കുന്ന ചാനലുകളാണ്. യഥാർത്ഥത്തിൽ ഈ അർണബ് ഗോസ്വാമിയെ തിരിച്ചു കാണിക്കാനും എൻഗേജ് ചെയ്യാനും വേണ്ടിയല്ലേ ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് അദ്ദേഹത്തിന് ഇന്റർവ്യൂ കൊടുത്തത്? അത് ഡിസാസ്റ്റർ ആയി, അത് മറ്റൊരു വിഷയം. പക്ഷേ ഈ ഹിന്ദു റൈറ്റ് നിൽക്കുന്ന ചാനലുകളെ വേണ്ട രീതിയിൽ, അല്ലെങ്കിൽ ഹിന്ദു റൈറ്റ് എന്നോ റൈറ്റ് ലീനിങ് ഈ വിഷയത്തിൽ എനിക്ക് അധികം കളയാനില്ല. കാരണം എനിക്ക് രാഹുൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പറയുന്നതായി അഭിപ്രായമില്ല. ഐ എം സോറി. പക്ഷെ എന്താ രാഹുൽ ഗാന്ധി അവരോട് ചെയ്യേണ്ടത്? രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ പവർ ഉള്ളത് അല്ല, രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ പവർ ഇല്ല. രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ പവർ ഇല്ല. അല്ല, ഞാൻ ടൈംസ് നൗവും അതിലെ നവിക കുമാറും ഒക്കെ പ്രോ മോഡി അല്ല സെൻട്രൽ റൈറ്റ് ആണെന്നൊക്കെ രാഹുൽ പറഞ്ഞ് എനിക്ക് തമാശ തോന്നുക. അല്ല, അത് പോട്ടെ, അത് നിഷാദിന്റെ പോട്ടെ. ഞാൻ ഒരു വരി തീർത്തോട്ടെ. അതായത് നിഷാദ് നമ്മുടെ നാട്ടിൽ ഈ ചർച്ച എടുത്ത ആൾക്കാരെ ഈ വിഷയത്തിലേക്കും സംവാദത്തിലേക്കും ടോക്കിംഗ് ടേബിളിലേക്കും കൊണ്ടുവരുന്നത് പോലെ നോർത്ത് ഇന്ത്യൻ മാധ്യമങ്ങൾ ചെയ്യണ്ടേ? ധ്രുവറാത്തി അടക്കം അപ്പീൽ ചെയ്യുന്ന ഈ മിഡിൽ ക്ലാസ്, ആ മിഡിൽ ക്ലാസ് ഈ വിഷയത്തിൽ വരണ്ടേ? ഇപ്പൊ അണ്ണാ ഹസാരെ മൂവ്മെന്റിനെ ആരാണ് ഫ്യൂൽ ചെയ്യുന്നത്? ഇന്ത്യയിലെ സോക്കോൾഡ് മുഖ്യധാര മാധ്യമങ്ങൾ, തമാശയ്ക്ക് പറയുകയാണെങ്കിൽ നോയിഡ മാധ്യമങ്ങളാണ് അതിനെ ഫ്യൂൽ ചെയ്യുന്നത്. കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള സ്ഥാപനമായിട്ട് നടക്കുകയാണ്. ഫ്യൂവൽ ചെയ്യാതെ വിമർശിക്കുക, രാഹുൽ ഗാന്ധിയുടെ കൂടി വിമർശിക്കാൻ നിന്ന ലൈസൻസ് പോവും. ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഒന്നുകിൽ മോദിയുടെ കൂടെ കൂടാം, നിങ്ങൾക്ക് മോദിയുടെ കൂടെ കൂടാം, അല്ലെങ്കിൽ കുക്കറി ഷോ കാണിക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് മോദിയുടെ കൂടെ കൂടാം, അല്ലെങ്കിൽ കുക്കറി ഷോ കാണിക്കാം. ഈ ഓപ്ഷനെ ഇന്ത്യയിലുള്ളൂ. അല്ലെ ലൈസൻസ് പോകും, അല്ലെ ഇഡി വരും. രാഹുൽ ഗാന്ധി തിരിച്ചു കാണിക്കാത്ത പ്രശ്നമല്ല. നേരിട്ട് അറിയാവുന്നതുകൊണ്ട് പറയുകയാണ്, എക്സ്ട്രീം റൈറ്റ് നിൽക്കുന്ന ചാനലുകൾ വരില്ല. പക്ഷേ ബാക്കി ഒരുപാട് ചാനലുകൾ, ടൈംസ് നൗ അടക്കമുള്ള ചാനലുകൾ, മുഖ്യധാര വയറിലേക്ക് ഓഫീസിൽ ഡൽഹി പോലീസ് കയറി ഇറങ്ങി എന്താ കാണിച്ചത് നമ്മൾ കണ്ടതല്ലേ? റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് പറഞ്ഞ പാരീസ് ഓർഗനൈസേഷൻ പറയുന്നു ഇവിടെ 160 സ്ഥലത്താണ് മീഡിയ ഫ്രീഡം. രാഹുലിനെ ഒന്നുകിൽ നിഷ്കളങ്കത, അല്ലെങ്കിൽ രാഹുൽ ഇതിനെ ഡീവിയേറ്റ് ചെയ്യാൻ നടന്ന ശ്രമം. രാഹുൽ ഗാന്ധി ചായ സൽക്കാരം നടത്താത്തത് കൊണ്ടാണ് അർണബ് ഗോസ്വാമിയും നവിക കുമാറും അല്ലെങ്കിൽ രാഹുൽ കൻവലും ഒക്കെ പിണങ്ങി നിൽക്കുന്നത് എന്നാണ് രാഹുലിന്റെ പോയിന്റ്. ആ പോയിന്റ് അവിടെ നിൽക്കട്ടെ, ബാക്കി പറയും. അതുകൊണ്ട് ഒരു മൂവ്മെന്റ് ഉണ്ടാകണമെങ്കിലോ ടോക്കിംഗ് ടേബിളിലേക്ക് വരണമെങ്കിലോ ഇത് വേണം. രണ്ട്, ഞാനൊരു കാര്യം പച്ച രാഷ്ട്രീയത്തിൽ കൂടെ പറയാം. ഇന്ത്യയിലെ ആ മിഡിൽ ക്ലാസ് മനസ്സിനെ, എസ്പെഷ്യലി ഹിന്ദു മിഡിൽ ക്ലാസ് മനസ്സിനെയും ഇൻസ്റ്റിറ്റ്യൂഷനെയും ഒരു 70-80% വരുതിയിലാക്കാനോ വിശ്വാസത്തിലെടുക്കാനോ നരേന്ദ്രമോദി എന്ന വ്യക്തിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ശരിയോ തെറ്റോ എന്നുള്ള രണ്ടാമത്തെ കാര്യം, അത് അമിതാധികാര പ്രയോഗം എന്നാണ് രണ്ടാമത്തെ കാര്യം. പക്ഷേ ഈ 70-75% വരുന്ന ആ സ്പേസിനെ അവരുടെ കൂടെ നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കോടതികളെ അടക്കം, കോടതികളാകട്ടെ ഭരണഘടനാ സ്ഥാപനങ്ങളാകട്ടെ. കോൺഗ്രസിന് തിരിച്ച് വിജയിക്കണമെങ്കിൽ ഇവരെ വിജയിക്കണ്ടേ? OBC വോട്ടുകൾ മാത്രം മതിയോ? ദളിത് മുസ്ലിം വോട്ടുകൾ മാത്രം മതിയോ? ഇന്ത്യയുടെ ആത്മാവിന്റെ ഭാഗമായി ഈ നിയന്ത്രണങ്ങളുള്ള ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസ് OBCയിലേക്ക് കഴിഞ്ഞ തവണ അവരെടുത്ത ഭരണഘടന അട്ടിമറിക്കാൻ പോവുകയാണെന്നിട്ടുള്ള ക്യാമ്പയിൻ വലിയ തോതിൽ വർക്ക് ചെയ്തതാണ്. പക്ഷെ എന്ത് ചെയ്യാം,
ഇല്ലെന്ന് വോട്ടർ പട്ടിക പറയുന്നില്ല. ഇങ്ങനത്തെയാണ്. അത് അല്ല, മാത്രം അങ്ങനെ പോരല്ലോ. നമ്മൾ സംസാരിക്കുന്നത് 100 സീറ്റ് കോൺഗ്രസിന്റെ മതിയോ ജയിക്കാൻ? സ്ട്രാറ്റജിയാണോ രാഹുലെ? അല്ല, കോൺഗ്രസ് എന്ത് സ്ട്രാറ്റജി എടുത്തു തന്നെ കരുതുക. എല്ലാ OBC-യും പ്ലീസ് ചെയ്യുന്ന സമീപനം എടുത്തു. വോട്ടർ പട്ടിക ഇതാ പണിയെടുക്കുന്നതിന് എന്താ കാര്യം?